ധന്യ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് രാജിവെക്കും എന്നുള്ള തരത്തിലുള്ളതാണ് വാർത്തകൾ വരുന്നത്. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. സൈന്യവുമായിട്ടും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? ഷെയ്ഖ് ഹസീനയെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കിയതിന് ശേഷം ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനസ് വരുന്നു. അപ്പോൾ ഷെയ്ഖ് ഹസീന പിന്നെ ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിരുന്ന സമയത്ത് ഇന്ത്യയുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ വ്യാപാര ബന്ധങ്ങളും ഒരുപാട് വാണിജ്യ ബന്ധങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിലായിരുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യയുടെ അടുപ്പം. പട്ടാള അട്ടിമറിയിലൂടെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം യൂനസ് വന്നതിന് ശേഷം ഇന്ത്യയുമായല്ല യൂനസിന് ബന്ധം കൂടുതൽ, യൂനസിന് പാകിസ്ഥാനുമായാണ് ബന്ധം കൂടുതൽ. പാകിസ്ഥാനുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, സാമ്പത്തികമായി പിച്ചതണ്ടിയിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നിട്ടും പാകിസ്ഥാനുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. പാകിസ്ഥാനുമായി കൂടുതൽ ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നു. ഇതൊക്കെയാണ് മുഹമ്മദ് യൂനസ് നടത്തിയിരുന്നത്. പക്ഷേ യൂനസിന്റെ ഈ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ യൂനസ് ശ്രമിച്ചപ്പോൾ പട്ടാളം പറഞ്ഞു, വേണ്ട, ഇങ്ങനെ ഒരു ഭരണാധികാരിയെ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട. ഒരുവിധം ജീവിച്ചു പൊക്കോണ്ടിരുന്ന ബംഗ്ലാദേശിനെ യൂനസ് വന്ന അടപടലം കടത്തിലാക്കി ജനങ്ങളെ മുഴുവൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു. മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി. അവിടെ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷങ്ങൾ. ആ ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് വരെ യൂനസ് സർക്കാർ മാറി എന്നുള്ളതാണ്. പൂജാരിമാരെ വരെ കൊല്ലുക, ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുക, സന്യാസിമാരെ ജയിലിലാക്കുക, ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അവരെ ഉപദ്രവിക്കുക, 100, 102 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക. അങ്ങനെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ അതിൻ്റെ സീമന്തരേഖ ലംഘിച്ചുകൊണ്ടാണ് യൂനസ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഉത്തർപ്രദേശിലോ മറ്റെവിടെയെങ്കിലും BJP ഭരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടാവുകയാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അന്ത്യചർച്ച നടത്തിയതിനെ വലിയ രീതിയിൽ അവർക്ക് വേണ്ടി വാദിച്ചതിന്, അവർക്ക് വേണ്ടി പ്ലക്കാർഡുകൾ എടുത്ത് റോഡിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്. പക്ഷേ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വലിയ യാതനകൾ അനുഭവിച്ചിട്ടും അവർക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ ഇവിടെ ആരും തയ്യാറായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പറയാതെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ പട്ടാള അട്ടിമറി നടന്നപ്പോൾ പട്ടാള ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞത്, 40 മിനിറ്റ് സമയം തരാം, അതിനു മുൻപ് രാജ്യം വിടണം. അങ്ങനെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ബുദ്ധിമുട്ടി നിന്ന എന്താ പറയുക, ആദ്യം UK പോകാമെന്ന് കരുതി, പിന്നീട് അമേരിക്കയിലൊക്കെ പോകാമെന്ന് കരുതിയ ഷെയ്ഖ് ഹസീന അവരാരും സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ടായില്ല. അങ്ങനെ അവസാനം ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് ചോദിച്ചു, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന്. കൈയും നീട്ടി ഇന്ത്യ സ്വീകരിച്ചു. ധൈര്യമായി വന്നോളൂ, ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംരക്ഷിച്ചു. ഇപ്പോൾ അവർ തായ്ലൻഡിലോ ആണെന്ന് പറയപ്പെടുന്നു. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ പട്ടാളം യൂനസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യൂനസ് തന്നെ പറയുന്നു, പട്ടാളം തനിക്കെതിരെ തിരിഞ്ഞ സ്ഥിതിക്ക് ഇനി ഭരിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. പട്ടാളം അട്ടിമറി സംഭവിച്ചാൽ ഒരുപക്ഷെ യൂനസിനെ ജയിലിലേക്ക് വരെ ആക്കുന്ന തലത്തിലേക്ക് പോകും. കാരണം ബംഗ്ലാദേശും പാകിസ്ഥാനും പട്ടാള അട്ടിമറി ഏത് നിമിഷവും സംഭവിക്കാവുന്ന 2 രാജ്യങ്ങളാണ്. അവിടെ ഭരിക്കുന്നത് തന്നെ പട്ടാളമാണ്. വെറും ഒരു നോക്കുകുത്തി മാത്രമാണ് അവിടുത്തെ സർക്കാരുകൾ. എല്ലായിടവും സർക്കാർ ഭരിക്കും, പട്ടാളം അത് അനുസരിക്കും. പക്ഷേ ബംഗ്ലാദേശും പാകിസ്ഥാനിലും പട്ടാളം ഭരിക്കും, സർക്കാർ അത് അനുസരിക്കും. അങ്ങനെയാണ് ബംഗ്ലാദേശിന്റെ പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂനസ് ഏത് നിമിഷവും ജയിലിലാകാം എന്നുള്ളൊരു ഭയം യൂനസിനുണ്ട്. ആ ഭയം യൂനസിനെ വല്ലാത്ത ആശങ്കയിലാക്കുന്നത് കൊണ്ട് രാജിവെച്ച് പുറത്തു പോയാലോ എന്നുള്ള ഒരു ചിന്തയിലാണ് യൂനസ് ഇപ്പോൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി കൈമോശം വന്നിരിക്കുന്നു. വിപണികൾ വലിയ രീതിയിലുള്ള ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുത്തത്. ഇന്ത്യ അതിൽ തന്നെ ഒരു എന്താ പറയുക, ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ തന്നെ ഇന്ത്യ ഇനി കൂടുതൽ സഹായങ്ങൾ ചെയ്യില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതോടുകൂടി സാമ്പത്തികമായി വളരെ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുന്നു. ഈ ഒരു അവസ്ഥയിൽ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ യൂനസ് സർക്കാരിന് കഴിയില്ല എന്ന് പട്ടാളത്തിനും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. യൂനസ് അമേരിക്കൻ താല്പര്യങ്ങൾ, ഇപ്പോൾ സോറോസിന്റെ മകനുമായൊക്കെ ബംഗ്ലാദേശിൽ യൂനസ് ചില ചർച്ചകൾ നടത്തുന്നു. ആ ചർച്ചകളൊക്കെ പുറം ലോകം അറിയുന്നു. യൂനസിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നു. അപ്പോൾ രാജ്യത്തെ തകർക്കുന്ന നിലയിലേക്ക് മുഹമ്മദ് യൂനസ് നീങ്ങുന്നു എന്നുള്ള, ഇടക്കാല സർക്കാർ നീങ്ങുന്നു എന്നുള്ള ബോധ്യം പട്ടാളത്തിനുണ്ടായിരിക്കുന്നു. അതിലൂടെയാണ് പട്ടാളം
യൂനസിനെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം കയ്യേറുന്ന തരത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ഓഗസ്റ്റിലോ മറ്റാണ് ഈ മുഹമ്മദ് യൂനിസ് അവിടെ താൽക്കാലിക, അതായത് ഉപദേഷ്ടകൻ എന്നാണ് പറയുന്നത്, ഒരു പ്രധാനമന്ത്രി എന്ന് വേണം പ്രത്യക്ഷത്തിൽ പറയാം. അപ്പോൾ ആ ഒരവസ്ഥയിലെത്തിയ ആൾ വാഗ്ദാനം കൊടുത്തിരുന്നു, ജനാധിപത്യ പ്രക്രിയയിലേക്ക് തന്നെ രാജ്യത്തെ മടക്കി കൊണ്ടുവരും, സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കും. ഇതൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന ആൾ ഏതാണ്ട് 1 വർഷത്തോളമായിട്ട് ഇതിനൊന്നും തുനിയുന്നില്ല. അവിടെ ഒരു ഏകാധിപതിയെ പോലെ ഇപ്പോൾ വസിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ വലിയ താമസമില്ലാണ്ട് ഒന്നെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റമോ, ഒരു പക്ഷേ ഷെയ്ഖ് ഹസീന തന്നെ തിരിച്ചെത്തിയെന്ന് വരിക്കാം, ഭരണമാറ്റമോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പോ ഉടനെ തന്നെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് സമ്മർദ്ദം ശക്തിയാവുകയല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയേണ്ടി വരിക. കാരണം ഒരു രാജ്യത്തെ നയിക്കാൻ അല്ലേ കഴിവുള്ള, ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറയും 70 വർഷം കോൺഗ്രസ് ഭരിച്ചു, എന്നിട്ട് ഇന്ത്യയിൽ എന്ത് വികസനമാണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഒരു ഭാഗം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ അജണ്ടയുണ്ട്. പക്ഷേ വികസനത്തിലൂടെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സർക്കാരാണ് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ. നരേന്ദ്രമോദി സർക്കാരല്ല, BJP സർക്കാർ എന്ന് പറയുന്നത്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാകുന്നു, ടൂർ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ടൂർ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ, ഇപ്പൊ ഗ്രീസ് ഉൾപ്പെടെ തുർക്കിക്കെതിരെ തിരിയുന്നു, നമുക്കൊപ്പം ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന റഷ്യ, ഫ്രാൻസ്, ഡച്ച്, ഇസ്രായേൽ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായ നിലപാടുകൾ ഇന്ത്യക്കൊപ്പം നിന്നെടുക്കുന്നു. അതൊക്കെ ഒരു രാജ്യതന്ത്രം, രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. അടുത്ത തവണയും ഇനി ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രേംലാൽ ഏട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ആർജവം BJP കാണിക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പൊ അയോധ്യയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ട് രാജ്യത്തിന് എന്ത് നേട്ടമെന്ന് ചോദിച്ചാൽ അത് അവരുടെ അജണ്ടയുടെ ഭാഗമാണ്. കാരണം കുറെ ഈ അയോധ്യ വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അയോധ്യ രാമക്ഷേത്രം വരണം, അവരെ അതിലൂടെ അവർ കയ്യിലെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യം, ഇപ്പൊ ആർട്ടിക്കിൾ 370 റദ്ദാക്കണമെന്ന് ആഗ്രഹിച്ച കുറെ ആളുകളുണ്ട്. അപ്പോൾ അതിലൂടെ അവരെ തൃപ്തിപ്പെടുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതിന് മറുപടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇത് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ ഇവരുണ്ട് എങ്കിൽ കുറെ കാര്യങ്ങൾ നടക്കും എന്ന് ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിലും. ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്ന സമയത്ത് ബംഗ്ലാദേശിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ബംഗ്ലാദേശിൽ വലിയ തരത്തിലുള്ള വികസനമുണ്ടായി. സാമ്പത്തികമായി ബംഗ്ലാദേശ് വലിയ രീതിയിൽ ഉയർന്നു. അപ്പോൾ ഇതിനെയൊക്കെ അടിച്ചമർത്തുന്ന തരത്തിലേക്കാണ് ഇതൊക്കെ എന്താ പറയുക വലിയ രീതിയിൽ വികസിച്ച് വന്നപ്പോഴാണ് പട്ടാള അട്ടിമറിയിലൂടെ കുറെ ആളുകൾ നിഗൂഢമായി, അതിൽ അമേരിക്കക്കൊക്കെ പങ്കുണ്ടെന്നാണ് പറയുന്നത്, ശ്രമിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനെ പുറത്താക്കുന്നു. ഷെയ്ഖ് ഹസീനെ പുറത്താക്കുമ്പോൾ ഈ ബാങ്കിങ് മേഖലകളിലൊക്കെ, നൊബൽ സമ്മാന അവാർഡ് ജേതാവായ ബാങ്കിങ് മേഖലകളിലൊക്കെ, ഗ്രാമീൺ മേഖലകളിലൊക്കെ, അതായത് ഈ ചെറുകിട ഈ എന്താ പറയുക ഈ ആളുകൾക്കൊക്കെ മൈക്രോ ലോൺ, അങ്ങനെ ആ ഒരു ചിന്താഗതിയുമായി രംഗത്ത് വന്ന ആളാണ്. സ്വയം തൊഴിൽ സംരംഭത്തിന് ലോണ് കൊടുക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുമായി രംഗത്ത് വന്ന ആളാണ് മുഹമ്മദ് യൂനിസ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഭരണ മേഖലയിൽ മികവ് കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കില്ല. അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്താക്കിയില്ലെങ്കിൽ യൂനിസ് ജയിലിലാകും, പുറത്തു പോയില്ലെങ്കിൽ പട്ടാള അട്ടിമറിയിലൂടെ യൂനിസ് ജയിലിൽ പോകും. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം രാജിവെക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നത്.